ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ട്രാൻസ് വുമൺ മേക്കപ്പ് ആർട്ടിസ്റ്റ്. പേഴ്സണലി ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് സീമ വിനീത്, ട്രാൻസ് വുമൺ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി ഒരു റീസെൻ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ലോങ് ആയിട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, വീട്ടുകാരുടെ നിർബന്ധത്തിന് വിധേയമായി വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയുന്നു ചിലർ. അവിടെ റൂമിനുള്ളിലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വിധേയമായാണോ നിങ്ങൾ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്? അതിനുള്ള മറുപടി ആ സ്ത്രീകൾ പീഡിപ്പിച്ചു എന്നാണോ? ശരിയാണ്, ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ട്രാൻസ് വുമൺ വന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, മുന്നേ ആണായിട്ടുള്ള അവരുടെ പാസ്റ്റ് ലൈഫിൽ ആണായിരിക്കുന്ന സമയത്ത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ചു. ഒന്നും രണ്ടും കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ മനസ്സുകൊണ്ട് സ്ത്രീ ആയ ഒരു വ്യക്തി എന്തിനാ ഒരു വിവാഹത്തിന് സമ്മതിച്ചു? ഇനി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്, ഓക്കെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി അതിനുശേഷം അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നു, ഒന്നും രണ്ടും കുട്ടികൾ ഉണ്ടായിട്ടുള്ള ട്രാൻസ് വുമൺമാരുണ്ട്, അതായത് മുന്നേ ആണായിട്ടുണ്ടായിരുന്നവരും. അപ്പൊ അവര് ആ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അതും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണോ? അതൊരു ചോദ്യമല്ലേ. മനസ്സുകൊണ്ട് സ്ത്രീ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരു സ്ത്രീ ആയിട്ട് സെക്സിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ചുമ്മാ പറയുന്ന ന്യായങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്ത്രീ ആയിട്ട്, മനസ്സുകൊണ്ട് സ്ത്രീ ആയിട്ട് കുഞ്ഞുനാൾ തൊട്ട് ഞാൻ സ്ത്രീയാണ്, ഞാനൊരു പെണ്ണാണ് എന്നൊരു തോന്നലുള്ള ഒരു ട്രാൻസ് വുമണ് ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ട് വിവാഹശേഷം അല്ലെങ്കിൽ വിവാഹ കഴിഞ്ഞിട്ടുള്ള ജീവിതം, സെക്സ് ലൈഫ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അതൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇവര് ചുമ്മാ വന്ന് അത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്, അന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല, പിന്നെയാണ് എനിക്ക് ഞാൻ സ്ത്രീയാന്നുള്ള ബോധം വന്നത്, അതൊക്കെ ചുമ്മാ തള്ളുന്നത് മാത്രമാണ്. അതിനുശേഷം ഇവര് സർജറി ചെയ്തും കുറെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ടു, മുല്ലപ്പൂ വെച്ച് ബ്രസ്റ്റ് സർജറി ചെയ്തു, ഇങ്ങനെ നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തത് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് വിവാഹം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാവുന്നതൊക്കെ ഇത് ആണിലും പെണ്ണിലും ഉണ്ട് കേട്ടോ. ചില സമയത്ത് ആണ് പെണ്ണാവുന്നു, പെണ്ണാണാവുന്നു. ഞാനൊരു പേര് ഞാനിവിടെ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഫോട്ടോ ഒന്ന് ബ്ലർ ചെയ്ത് കാണിക്കാം, മനസ്സിലാവുന്നത് മനസ്സിലായിക്കോട്ടെ. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ പെണ്ണായിരുന്നു, ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു. ഇവര് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം കല്യാണം കഴിച്ചു, അതിൽ കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് ഒരു 3-4 വയസ്സായ സമയത്താണ് അയ്യോ ഞാൻ പെണ്ണല്ല, ഞാൻ ആണാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാരെയും കുട്ടീനെയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ സർജറി ഒക്കെ ചെയ്ത് ആണായിട്ട് നടക്കുന്നു. ഇതിലൊക്കെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഇനി ഓക്കെ, ഇങ്ങനെ ആകുന്നതൊന്നും ആരുടെയും തെറ്റല്ല. നമുക്ക് ആണായിട്ട് ജനിച്ച ഒരു വ്യക്തി പെണ്ണിന്റെ മനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ സർജറി ചെയ്തു പെണ്ണിലേക്ക് മാറുന്നു. നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. ഇതൊക്കെ ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ വിവാഹം ചെയ്യുന്നതും അതുപോലെ ആ ഒരു ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടാക്കുന്നതും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കുറച്ച് ആൾക്കാർ തള്ളുന്ന കേൾക്കാം, എൻ്റെ ഇതിന് ഇത്ര സൈസ് ഉണ്ട്, എൻ്റെ കൂടെ ഇന്ന് ആരൊക്കെയാണ് വരുന്നത്, നിങ്ങൾക്ക് ഏത് ഫാന്റസിയാണ് ഇഷ്ടം, ഇങ്ങനെ ചോദിച്ചിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് പച്ചയ്ക്ക് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന ഒരുപാട് ട്രാൻസ് വ്യക്തികളുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിന്റെ മുഖം ഞാനിവിടെ കാണിക്കാം. ഇവനൊക്കെ അത്യാവശ്യം പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഇവനല്ല, ഇവളാണോ എനിക്കറിയില്ല എന്ത് വിളിക്കണമെന്ന്. പുള്ളി എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നല്ലൊരു ആൺകുട്ടിയായിരുന്നു, ഞാൻ ഗേ ആണെന്ന് പറഞ്ഞ് കുറെ കാലം നടന്നിട്ട് വേറൊരു യുവാവിനെ കല്യാണം കഴിച്ചു. ആ കല്യാണമൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ കൊട്ടി കോഴിച്ചിട്ട് ഒരു കല്യാണമായിരുന്നു. അതിനുശേഷം അത് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ, അതായത് വേറൊരു യുവാവിനെ പിന്നെയും റിലേഷൻ ആയിട്ടുണ്ടായിരുന്നു, അതും ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതാണ് പെണ്ണുങ്ങളെ പോലെ സാരിയും കുട്ടിയുടുപ്പൊക്കെ ഇട്ട് ചുറ്റി നടന്നിട്ട് ഞാൻ ട്രാൻസ് വുമൺ ആണെന്ന് പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കുട്ടികൾ പോലും കേൾക്കാൻ അറയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ചു പോവുകയാണ്. ഇവരൊക്കെ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് നൽകുന്നത്? അപ്പൊ സീമ വിനീത് പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഞാൻ 100 അല്ല 110% യോജിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.